ഹണി റോസ് ഇന്ന് ഇന്നലെയൊന്നുമല്ല കേരളത്തിൽ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയത്. അവരുടെ വസ്ത്രത്തിൽ ഈ ആഴ്ചകളിലോ ഈ മാസത്തിലോ എന്തെങ്കിലും പ്രത്യേക മാറ്റം വന്നതായിട്ട് ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഒരു കാശുകാരനെതിരെ, ചില ആളുകളുടെ മുതലാളിക്കെതിരെ ഒരു ലൈംഗിക അതിക്രമ കേസ് വന്ന സമയത്ത് ഇവരുടെ വസ്ത്രം വലിയ പ്രശ്നമായിട്ട് മാറുന്നത്? അവിടെയാണ് നമ്മൾ ചോറ് കൊടുക്കുന്ന വീട്ടിലെ നന്ദിയുള്ള നായ്ക്കളെ തോപ്പിക്കുന്ന തരത്തിലേക്കുള്ള നന്ദി പ്രകാശനം കാണിക്കുന്ന ചില ആളുകളുടെ കടന്നുവരവ്. ഇവർ ഡൈവേർട്ട് ചെയ്യുകയാണ്, അവർ ഈ ഒരു അതിക്രമത്തെ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ നമുക്ക് കമന്റ് പറയാം, നമുക്ക് തീരുമാനിക്കാം എന്താണ് മൊറാലിറ്റി എന്നുള്ളതും എന്താണ് അയാൾ ധരിക്കാം എന്നുള്ളതും. ഇങ്ങനെ അയാൾ രാഹുൽ പറയുന്നത് പോലത്തെ ഉള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് വിചാരിക്കാം. ഒരാൾ ഒരു അതിക്രമം നേരിട്ട് പരാതിപ്പെടുന്ന സമയത്താണോ ഈ അഭിപ്രായം പറയാനായിട്ട് തോന്നുന്നത്? നീ മോശക്കാരിയല്ലേടി, നീ ഈ വസ്ത്രം ധരിക്കുന്ന ആളല്ലേടി എന്നുള്ള ആ ഒരു പറച്ചില് വളരെ താളത്തില് പറഞ്ഞ് അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ രാഹുൽ ഈശ്വർ ചെയ്യുന്നുള്ളൂ. സ്ഥിരമായിട്ട് ഈ നാടിന് ശാപമായിട്ടുള്ള ഒരു വലിയ വൈകൃത കൂട്ടം ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ തന്നെയാണ് രാഹുൽ ഈശ്വർ ചോദിക്കുന്നത്.